Celebrating 50 years. Majestic Jewelers. ആരെതിർത്താലും നാടിനാവശ്യമുള്ള കേരയിൽ പോലുള്ള പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രി. കേരയിലും തീരദേശപാതയും ഹിൽ ഹൈവേയും അടക്കമുള്ള ഏത് പദ്ധതിയും എന്ത് വില കൊടുത്തും നടപ്പാക്കും. നാട് കൂടുതൽ മുന്നേറാൻ വേണ്ട നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരയിൽ പദ്ധതിക്കെതിരെ വ്യാപകമായി നടക്കുന്ന UDF BJP സംയുക്ത പ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കൂടുതൽ നല്ല രീതിയിൽ നാടിനെ മുന്നോട്ട് നയിക്കുന്ന നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. നാടിനാവശ്യമുള്ള ഏതു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകില്ല. നാടിന്റെ വികസനമാണ് ആവശ്യം. ആരെതിർത്താലും ഈ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഉപേക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ വികസനം ഏറ്റവും പ്രധാനമാണ്. ആ വികസനം ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നല്ല രീതിയിൽ നടപ്പാക്കാനായി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ദേശീയപാത വികസനം നടക്കുന്നത്. അതിന്റെ തന്നെ ഭാഗമായാണ് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായത്. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി എത്തേണ്ടിയിരുന്ന എടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായത് അതിന്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ നാടിന്റെ വികസനത്തിന് നൽകുന്ന മറ്റൊട്ടേറെ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊന്നും അനുവദിക്കില്ല എന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. പക്ഷേ നാടിനാവശ്യമുള്ള ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകില്ല. കേരയിൽ ജലപാത, തീരദേശപാത, ഹിൽ ഹൈവേ ഏതു പദ്ധതിയായാലും ഇതെല്ലാം നാട്ടിലുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. വികസനം എന്നത് എതിർക്കലല്ലെന്ന് മനസ്സിലാക്കണം. നാട് കൂടുതൽ മുന്നേറണം. ആ മുന്നേറ്റം ഓരോ ആളുകളുടെയും ജീവിത നിലവാരത്തിലും ഉണ്ടാകണം. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദേശീയപാത വികസനത്തിലെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞവര് യഥാർത്ഥത്തിൽ വേറൊരു ഭാഗത്ത് പക്ഷവും വരികയായിരുന്നു. അവരല്ലത് ഭൂമി വിട്ടുകൊടുക്കേണ്ടവരല്ല. അവരെല്ലാം ഇപ്പോൾ സഹകരിച്ചില്ലേ? കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല സർക്കാർ നിലകൊള്ളുന്നത്. നാടിന്റെ വികസനത്തിന് നടപടികൾ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ എങ്ങനെയൊക്കെ കഴിയും, എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതാണ് സർക്കാർ നോക്കുന്നത്. അപ്പോ കൂടുതൽ സമയം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളത്തിന്റെ കാര്യമായാലും നമ്മുടെ നാടിന്റെ ജലപാത കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് എത്തുന്ന കാര്യമായാലും നമ്മുടെ തീരദേശ പാതയുടെ പ്രശ്നമായാലും നമ്മുടെ ഹിൽ ഹൈവേയുടെ പ്രശ്നമായാലും ഇതെല്ലാം ഉണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല. എല്ലാ രീതിയിലും നാടിന്റെ അടിസ്ഥാന മേഖല ശക്തിപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സർവ്വമേഖലയിലും വികസനമാണ് ഇപ്പോൾ. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇപ്പോൾ വലിയ ഉന്നതി നേടിയിട്ടുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഇനി സർക്കാർ ശ്രദ്ധയൂന്നാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഹബ്ബായി കേരളത്തെ ഉയർത്താനുള്ള പദ്ധതികളാണ് വരും നാളുകളിൽ നടപ്പിലാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു.